ഇറാന് നേരെയുള്ള ഒരു ആക്രമണം അത് ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഇറാൻ പ്രതികരിക്കുന്ന രീതി, ഇറാനെ ആക്രമിക്കുന്ന രീതി, ഇത് രണ്ടിനെയും ആശ്രയിച്ചാണ് കൃത്യമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറാനെ എങ്ങനെ ആക്രമിക്കും, എങ്ങനെയുള്ള ഒരു ആക്രമണമായിരിക്കും നടത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമേരിക്ക ഈ മേഖലയിൽ നടത്തുന്ന സൈനിക വിന്യാസത്തെ അനുരൂപമാക്കി നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെനസ്വലയുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്ക വെനസ്വലയിലേക്ക് സൈനിക നടപടി നടത്തുന്ന ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം 2 മാസം മുന്നേ തൊട്ടേ ഇതിനെക്കുറിച്ചുള്ള ആ ബിൽഡപ്പിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് പലപ്പോഴും നമ്മൾ ചാനലിൽ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ വാർഷിപ്പുകൾ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ പിന്നീട് ബ്ലോക്കേഡുകൾ നടത്തുന്നു. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഈ വെനസ്വേലയുടെ സൈന്യം തീരദേശങ്ങളിലും അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും എല്ലാം വലിയ തോതിലുള്ള സൈനിക വിന്യാസം നടത്തുകയും സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെനസ്വേലയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന സമയങ്ങളിൽ സൈനിക. അതുപോലെ തന്നെ മഡുറോ തന്നെ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ പറയുന്നുണ്ട് കം ആൻഡ് ഗെറ്റ് മീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവരതിന് ശേഷം അത് അപ്പം പലപ്പോഴും അവിടെയുള്ള ഈ ബിൽഡപ്പുകൾ കാണുകയും അതുപോലെ പ്രസ്താവനകൾ കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് ഒരുപക്ഷെ വെനസ്വേലയുമായിട്ട് പോയി. കാരണം അതുപോലെ തന്നെയാണ് വെനസ്വേല അവരുടെ മേഖലകളിൽ സൈനിക വിന്യാസം നടത്തിയത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ഒരു പരിമിതമായ തോതിലുള്ള ഒരു സൈനിക നടപടിയിലൂടെ, ഒരു ഭയങ്കര ടാക്റ്റിക്കലായിട്ടുള്ള ഒരു മൂവ് നടത്തുകയും വെനസ്വേലയെ അക്ഷരാർത്ഥത്തിൽ വെനസ്വേലയെ അവർ പിടിച്ചടക്കുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അന്നേരം പറഞ്ഞ CIA ആ സമയങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും അവിടെയുള്ള രാഷ്ട്രീയക്കാരെ മുഴുവൻ വിലക്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നൊക്കെയുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ, അനലൈസുകളൊക്കെ നമ്മൾ ആ സമയത്ത് കാണുകയുണ്ടായി. അപ്പോൾ ഏകദേശം അതിന് അനുരൂപമായിട്ടുള്ള ഒരു മിലിറ്ററി ബിൽഡപ്പാണ് ഇപ്പോൾ ഇറാൻ്റെ ഈ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ വിമാനവാഹിനി കപ്പലെത്തിയിരിക്കുന്ന ഏകദേശം 8ഓളം ഡിസ്ട്രോയറുകൾ, എന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ കടലിലും അറബിക്കടലിലും അതുപോലെ ആ മേഖലകളിലായിട്ട് പേർഷ്യൻ ഗൾഫിൻ്റെ ആ ഭാഗങ്ങളിലെല്ലാം ആയിട്ട് ഏകദേശം 8ഓളം ഡിസ്ട്രോയറുകളുണ്ട്. അതുപോലെ തന്നെ ടാങ്കർ വിമാനങ്ങൾ, ബോംബറുകൾ, അതുപോലെ F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങളെല്ലാം ഈ മേഖലയിൽ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമേരിക്കയുടെ ഈ മേഖലയിലുള്ള ബേസുകളിലേക്ക് പാട്രിയോട്ടിക് മിസൈൽ പ്രതിരോധ സിസ്റ്റങ്ങളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഈ അടുത്ത സമയത്ത് ഇസ്രായേലും ആയിട്ട് അതിൻ്റെ ഉള്ള ഏറ്റവും സൗദിയുമായിട്ടുള്ള ആ ആയുധ ഇടപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഏകദേശം 730ഓളം പാട്രിയോട്ടിക് ഡിഫൻസിനുള്ള മിസൈലുകളാണ് സൗദിക്ക് ഏകദേശം അമേരിക്ക കൊടുക്കുന്ന ആ ഒരു സൈനിക കരാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള ഒരു മിലിറ്ററി ബിൽഡപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ പീറ്റ് ഹെഗ്സെത്ത് അടുത്ത് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഡൊണാൾഡ് ട്രംപിന്, പ്രസിഡന്റിന് എല്ലാവിധത്തിലുള്ള സൈനിക നടപടികൾ നടത്താനുള്ള ഓപ്ഷനുകളും കൊടുക്കുന്ന രീതിയിലാണ് ഈ മേഖലയിലേക്ക് സൈനിക വിന്യാസങ്ങൾ നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള സൈനിക വിന്യാസം ഈ മേഖലയിൽ നടത്തുമ്പോൾ പോലും ഇതാവണമെന്നില്ല ഇറാനെതിരെയുള്ള സൈനിക നടപടിയുടെ പ്രാധാന്യം എന്നുള്ളത്. കാരണം ഇതാവണമെന്നില്ല. ഇത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇതുവരെയുള്ള ഒരു രീതി വെച്ചിട്ട് ഇതൊന്നും ഉപയോഗിച്ചായിരിക്കണമെന്നില്ല അമേരിക്ക ഇറാനിൻ്റെ ഒരു സൈനിക നടപടി നടത്തുന്നത്. കാരണം എനിക്ക് തോന്നുന്നു പലപ്പോഴും പല സൂചനകളും വന്നിട്ടുള്ളത് ഒരു ലിമിറ്റഡ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഇറാന് ഈ ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ ഇറാൻ ഒരിക്കലും ചുറ്റുവട്ടത്തുള്ള ഒരു രാജ്യത്തെയും ആക്രമിക്കണമെന്ന് തോന്നാത്ത രീതിയിൽ, എന്നാൽ ഇറാനിൽ ആക്രമണം നടത്തി എന്ന് വരുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ഉന്നം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഇറാൻ്റെ ലോങ് റേഞ്ച് മിസൈൽ സിസ്റ്റങ്ങളും ഫാക്ടറികളടക്കമുള്ള സംവിധാനങ്ങൾ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. വെച്ചാൽ ഇസ്രായേലിനെ ഹാം ചെയ്യാത്ത രീതിയിൽ ഇറാനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റെജീം ചേഞ്ചാണ് അതിൻ്റെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. റെജീം ചേഞ്ചിലേക്ക് പോകുകയോ കടക്കുകയോ എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം വെനസ്വേലയിൽ അതായിരുന്നു ആവശ്യം, റെജീം ചേഞ്ച് ആയിരുന്നു ആവശ്യം. അത് വളരെ സമർത്ഥമായിട്ട് അമേരിക്ക അവിടെ നേടിയെടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടാക്ടിക്സ് ഉപയോഗിച്ചായിരിക്കുമോ ഇറാനിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോൾ നമ്മൾ നോക്കുന്നൊരു വസ്തുത എന്നുള്ളത്. കാരണം അങ്ങനെയുള്ളൊരു തലത്തിലേക്കാണ് നീങ്ങുന്നത്. പല സൂചനകളും അതിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇനി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനെ അങ്ങനെ വെനസ്വേല പോലെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണോ എന്നുള്ളൊരു ചോദ്യമാണ് മറുവശത്ത് ഉയർന്നു നിൽക്കുന്നത്. കാരണം ഇറാൻ എന്ന് പറയുന്നത് ഏകദേശം 10-16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലുപ്പമുള്ള അത് ട്രഡീഷണൽ ആയിട്ടുള്ള അത്രയും ട്രഡീഷണലുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ജനങ്ങൾ ഡിഫറൻ്റ് ആണ്, അവർ ചിന്തിക്കുന്ന രീതികൾ ഡിഫറൻ്റ് ആണ്. ഏറ്റവും പ്രധാനമായിട്ടും മതമാണ് അതിൻ്റെ അടിസ്ഥാനം. ഇനിയിപ്പം കാരണം ഈ റെജീം ചേഞ്ച് കൊണ്ടുവന്നാൽ പോലും മതം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് എത്രത്തോളം അത് പ്രാക്ടിക്കലാണ് എന്നുള്ളൊരു വസ്തുത കൂടി
അവിടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റെജീം ചേഞ്ചിനോടൊപ്പം തന്നെ ഇറാൻ്റെ ഈ ലോങ് റേഞ്ച് മിസൈൽ സിസ്റ്റങ്ങൾ അടക്കമുള്ള, ഇപ്പോൾ അതാണ് അമേരിക്ക ഇസ്രായേൽ പറഞ്ഞാൽ ലോങ് റേഞ്ച് മിസൈൽ സിസ്റ്റംസ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ കാപ്പബിലിറ്റീസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളത് ഈ ഒരു ഓപ്പറേഷനിലൂടെ സാധ്യമാക്കുക എന്നുള്ളതാണ്. അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സാധനങ്ങൾ അവിടെ നടന്നിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പാകത്തിലുള്ള ഒരു രാജ്യമാണോ ഇറാൻ എന്നുള്ളതാണ് ഒരു വസ്തു. ഇപ്പം നമുക്ക് ഏറ്റവും നിസ്സാരം പറയാം, ഇപ്പോൾ ഈ യുക്രൈനിലേക്ക് റഷ്യ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഏകദേശം 2015 ബറാക്ക് ഒബാമയുടെ കാലഘട്ടം മുതൽ തന്നെ 24/7 ആയുധ പ്രൊഡക്ഷൻ റഷ്യ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെ പ്രസിഡന്റ് ബറാക്ക് ഒബാമയെ ധരിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. അതിന് കൗണ്ടറായിട്ട് അമേരിക്ക പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് മുതൽ അതിൻ്റെ പ്രിപ്പറേഷൻ റഷ്യ തുടങ്ങിയിരുന്നു എന്നുള്ളത്. സമാനമായ രീതിയിൽ ഇറാൻ അമേരിക്കയ്ക്കെതിരെ, ഓർക്കുക, ഇറാൻ്റെ ഈ ഹിസ്ബുള്ളകൾ, അതുപോലെ തന്നെ സിറിയയിലുള്ള ഇതുപോലെ മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സ്, അതുപോലെ ഇറാഖിലുള്ള മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ ഈ ഹൂത്തികളെല്ലാം തന്നെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കൃത്യമായിട്ട് അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും തന്നെ പടുത്തുയർത്തിയേക്കുന്ന സാമ്രാജ്യങ്ങളാണ് ഇത് മൊത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ കുറേ കാലങ്ങളായിട്ട് ഇറാൻ അമേരിക്കയ്ക്കെതിരെയാണ് ഇറാൻ്റെ സൈനിക വിന്യാസങ്ങൾ മുഴുവൻ നടത്തിയേക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ആയുധ പ്രൊഡക്ഷനുകളും അതെല്ലാം അവരുടെ സ്ട്രാറ്റജികളെല്ലാം കൃത്യമായിട്ട് അമേരിക്കയ്ക്കെതിരെയാണ് ഇവരിത് ചെയ്തേക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കണക്കാക്കേണ്ട മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. റഷ്യയും ചൈനയും. ഇപ്പം ഓർക്കുക, ചൈനയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇൻഫർമേഷനുകൾ ഇറാനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് ചൈനയും ഇറാനും തന്നെ കൃത്യമായിട്ട് സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ GPS സിസ്റ്റത്തിന് പകരമായിട്ട് ചൈനയുടെ ബൈഡുവാണ് സൈനിക ആവശ്യങ്ങൾക്കെല്ലാം ഈ ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇറാൻ്റെ ഡ്രോണുകളാണ് റഷ്യക്ക് ഉക്രൈനിലേക്ക് ആക്രമണം നടത്താൻ ഒരുപാട് സഹായകമായത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ ഭരണകൂടം തന്നെ കൃത്യമായിട്ട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും സഹായങ്ങൾ എത്തുമെന്ന് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ ആക്രമണത്തിന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിലും പരോക്ഷമായിട്ട് ഇറാൻ എല്ലാവിധ പിന്തുണയും ഈ രണ്ട് രാജ്യങ്ങളും കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് അതിനുള്ള സാധ്യത നിലനിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറാൻ അത്രത്തോളം സ്ട്രാറ്റജിക് ആയിട്ട് ഇപ്പോൾ ഈ അറബിക്കടലിലേക്കാണെങ്കിലും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അടുത്ത അനുയായിയായ ഇറാനിലൂടെ തന്നെയാണ് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ചൈനയ്ക്കാണെങ്കിലും ഇറാനെ എണ്ണയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് ചൈനയ്ക്കും അത്യന്താപേക്ഷിതമാണ് ഇറാനുമായിട്ടുള്ള ഒരു ബന്ധം എന്നുള്ളൊരു സാഹചര്യം. അങ്ങനെ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് ആയുധങ്ങളും ഇൻ്റലിജൻസ് സംവിധാനങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട്. ഇപ്പം ഓർക്കുക, ഇറാഖിനെ അമേരിക്ക ആക്രമിച്ച കാലത്ത് ഏകദേശം 124ഓളം MiG-29 വിമാനങ്ങൾ ഇറാഖിൽ നിന്നും ഇറാനിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 124ഓളം MiG-29 വിമാനങ്ങൾ ഇവർ ചൈനയ്ക്ക് പിന്നീട് വിറ്റേച്ചിട്ട് അവിടെ നിന്ന് ഈ മിസൈൽ ടെക്നോളജിയുടെ അതിൻ്റെ സാങ്കേതികവിദ്യ അടക്കമുള്ള കാര്യങ്ങൾ ചൈനയുടെ അടുത്തുനിന്ന് ഇവർ മേടിക്കുന്ന സാഹചര്യം ഉണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ബന്ധം ചൈനയുമായിട്ടും ഇറാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പല രാജ്യങ്ങളെയും, ഈ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ മൊത്തത്തിൽ ഒന്ന് കുഴച്ചു മറിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വെറുതെ കയറി എന്തെങ്കിലും ചെയ്ത് കാര്യം നേടാൻ കഴിയുന്ന ഒരു രാജ്യമാണോ ഇറാൻ എന്നുള്ള കാര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ മറുവശത്ത് അമേരിക്കയുടെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം വലിയ ബൃഹത്തായ തന്ത്രങ്ങളാണ്. ലോക ചരിത്രം ഇന്നോളം കണ്ടിട്ടില്ലാത്തത്രം ശക്തമായിട്ടുള്ള സൈന്യമാണ് അമേരിക്കയുടേത്. അതുപോലെ തന്നെ തന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ ലോകം പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.